ഹലോ ഫ്രണ്ട്സ്, വേണ്ട ഇവിടെ ഒരു മാർബിൾ ചുരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും കൂടി നമ്മൾ എടുക്കത്തില്ല. തോരന് ആവശ്യമായിട്ടുള്ളത് മാത്രം മുറിച്ച് നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. രണ്ട് പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചുരക്ക ഇനിയും തൊലിയൊക്കെ ചെത്തി അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. വേണ്ടെല്ലാം ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് തോരന്. അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ ചെത്തിയിട്ട് കണ്ടോ, അരി കളഞ്ഞ് അതിൻ്റെ തൊലിയും നമ്മൾ ചെത്തി വെച്ചിരിക്കുക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി എങ്ങനെ അരിയുന്നത് നമുക്കൊന്ന് കാണാവേ. സാധാരണ തോരൻ അരിയുന്ന പോലെ കൊച്ചു പീസുകളായിട്ട് നമുക്ക് കൊത്തി അരിയുന്ന പോലെ അരിഞ്ഞെടുക്കണം. ഇതുപോലെ നമുക്ക് കൊച്ചു പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് കഴുകി വാരിയെടുക്കണം കേട്ടോ. തോരന് ചേർക്കാൻ വേണ്ടിയിട്ട് കൊച്ചു തേങ്ങ തിരുമിയത് അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു ജീരകം, ആവശ്യത്തിനുള്ള കാന്താരി, വെളുത്തുള്ളി, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മാർബിൾ ചുരക്ക കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ നമുക്ക് തോരൻ വെക്കുന്നതെന്ന് ഒന്ന് കാണാം. തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ട വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ വേവിച്ച് വെച്ചിരിക്കുക. ചീനിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്തു. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഴുകി വാരി എടുത്ത് വെച്ചിരുന്ന മാർബിൾ ചുരക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ചുരക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പയർ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്ന് ഇതിലൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. തല്ലിപ്പത്തി അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത്
15 മിനിറ്റായി നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട്. എൻ്റെ തോരൻ നല്ല പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.